ഏറ്റവും റിസ്ക് പിടിച്ചൊരു പരിപാടിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതുപോലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എണീക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ തലേദിവസം തന്നെ ഞാൻ പച്ചരിയും പിന്നെ അതിലേക്ക് ഒരു നുള്ളു ഒലിവും കൂടി ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ അതിലേക്ക് കുറച്ച് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അപ്പത്തിനുള്ള ഒരു ബാറ്റർ പോലെ ചെയ്തെടുത്താൽ മതി. എനിക്ക് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്ന ഒരു അപ്പത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതിലേക്ക് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാതും കൂടി കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ കുക്കർ അടച്ച് വെച്ച് വേവിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിതാ അപ്പം ചുടാൻ വേണ്ടി പോണത്. അതിൻ്റെ ഇടയിലായിട്ട് കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബിരിയാണി റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ കറിയാണ് ഇന്ന് വെക്കാൻ പോണത്. അപ്പോൾ അതിലേക്കുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിനിടയിലായിട്ട് ഐസൊക്കെ എണീറ്റ് വന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കറിയൊക്കെ ആവശ്യമുള്ളതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും പുളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടികളും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. പിന്നെ ഇന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഉണക്കൽ വെള്ളത്തിൽ ഇതുപോലെ ഉപ്പ് പോകാൻ വേണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ലഞ്ചിനുള്ളതൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഞാൻ റൂമിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരം പോലെ വിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഐസുവിനെ ബാലവാടി കൊണ്ടുപോയി വിടണം, എന്നിട്ട് വേണം എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിലായിട്ട് ഞാൻ അവളെ പെട്ടെന്ന് തന്നെ ഫ്രഷ് ആക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു.